നമ്മൾ കാണാൻ പോകുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മോസ്കുകളിൽപ്പെട്ട ഒരു മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും UAE അബുദാബിയിൽ വരുന്ന ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ റൂമിൽ നിന്നും നേരെ പോയത് ബസ് സ്റ്റേഷനിലാക്കാണ് കേട്ടോ. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ടാക്സിയൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ നല്ല റേറ്റും കാര്യവും വരും കേട്ടോ. കുഞ്ഞാത്താൻ്റെ റൂമിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് അബുദാബിയിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടും ബസ്സാണ് നല്ലത്. അപ്പോൾ നമ്മൾ നേരെ ബസ്സിലാട്ടോ പോയത്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മെയിൻ്റനൻസ് പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും നല്ലോണമാണ് ഓല് അവിടുത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോഡാണെങ്കിലും അവിടുത്തെ ഓരോ ഫെസിലിറ്റിയും അത്രയും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ഭാഗത്തും ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ കുഞ്ഞാത്ത വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ വരുന്നത്. അതായത് ബുർജിൽ മെഡിക്കൽ സിറ്റി. ഈ ഹോസ്പിറ്റലാണ് താത്ത വർക്ക് ചെയ്യുന്നത് കേട്ടോ. പോകുന്ന മെയിൻ റോഡിൽ തന്നെയാണ്, അബുദാബി മെയിൻ റോഡിലാണ് ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ദൂരമുണ്ട്. ബസ്സിൽ കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സീറ്റും ശാന്തമായിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് തോന്നിയത് ബസ് തന്നെയായിരിക്കും. കാരണം നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രാൻഡ് മോസ്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ബസ് സ്റ്റേഷൻ വരുന്നത്. ബസ് സ്റ്റേഷൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബസ് ഇറങ്ങിയതിന് ശേഷം ഈ മോസ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്റ്റേഡിയം വരുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടില്ലേ, അത് ഇവിടെ നിന്ന് ഇരിക്കും കേട്ടോ. കാരണം ഇവിടെ നിന്ന് എടുത്താൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മോസ്ക് വന്നിട്ടുള്ള നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ മക്കൾക്ക് ആ സമയത്ത് ഭയങ്കര പനിയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും മെയിനായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് മക്കൾക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമുക്ക് കാര്യമായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്ത് അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് മക്കളെ കൊണ്ട് പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് നടന്നത്. കുറേ നടക്കാനുണ്ട് കേട്ടോ. ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നത് ഇത് മെയിൻ എൻട്രൻസ് അല്ല, നമുക്ക് അവിടത്തേക്ക് ഡയറക്റ്റായിട്ട് കയറാൻ പറ്റില്ല. ഇത് വരുന്നത് ഗേറ്റ് നമ്പർ 1 കണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി ഇവിടുത്തെ റോഡിൻ്റെ ഒരു പോർഷനാണ്. അതായത് അത്രയും ഗാർഡന് പോലെയാണ് ഓല് നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അവിടെ നമുക്ക് റോഡ് ഡയറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ പോലെ നേരെ മുറിച്ച് നടക്കലും നടക്കില്ല. മുകളിൽ കൂടെ ഒരു ടവർ പോലെ ചെയ്തിട്ട് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ലിഫ്റ്റ് കയറി കുറച്ചധികം തന്നെ നടക്കാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഗേറ്റ് 1 ഇറങ്ങിയത്. നമുക്ക് എൻട്രൻസ് ഗേറ്റ് വരുന്നത് 6 അപ്പം നമ്മൾ കുറേ നേരം നടക്കാനുണ്ട്. ഞങ്ങൾ സ്ട്രോളറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മക്കൾ അസുഖമായതുകൊണ്ട് നടക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ ആ റോഡ് സൈഡുകളിൽ ഫുള്ള് പിന്നെ ഈ എന്തിനും കറ്റാർ വാഴ കേട്ടോ. ഞാൻ കുഞ്ഞാത്തടുത്ത് പറയുന്നത് നമ്മുടെ നാട്ടിലാണ് അതൊക്കെ ഇപ്പോൾ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് പിന്നെ ഗേറ്റ് നമ്പർ 6 എത്തിയിട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസിൽ വരുന്നത്. നമ്മൾ ബസ് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട്. ടാക്സിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരെ നമുക്ക് കയറാൻ കഴിയും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് പിന്നെ എൻട്രൻസിൽ അവിടെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പെട്ടെന്നൊന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചാൽ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാനുള്ള വ്യൂ അടിപൊളിയാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ. നമുക്കൊരു പെട്ടെന്നൊരു താജ്മഹൽ കണ്ടൊരു ഫീലിംഗ് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം നടന്ന് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് ചെല്ലണം. കാരണം നമ്മൾ പിന്നെ ഓൺലൈനിൽ പിന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലേനു, ടിക്കറ്റ് എടുത്തിട്ടില്ലേനു. പിന്നെ അവിടെ നേരെ ചെന്നപ്പോഴാണ് ഇതാണ് പിന്നെ റോബോട്ടിക് കോഫി മെഷീൻ കേട്ടോ. നമ്മൾ എമൗണ്ട് പേ ചെയ്താൽ റോബോട്ട് കോഫി ഉണ്ടാക്കി തരുന്ന കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ദുബായിൽ പോകാൻ പറ്റിയതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയത് അങ്ങനെ തന്നെ വേണം പറയാൻ. കാണാനും നല്ല ഭംഗിയുണ്ടേനും. എല്ലാവരും അത് നോക്കി ഇരിക്കുന്നതിന് കേട്ടോ. ഞാനും കുറേ നേരം ആ സംഭവം എന്താ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ കോഫി ഏത് ടോപ്പിക്സോ ആണെങ്കിൽ ടോപ്പിക് ഇട്ടിട്ടും അവരത് ഉണ്ടാക്കി തരും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് അവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. അതായത് വെച്ചാൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുക്കാത്തതുകൊണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. പക്ഷേ ടിക്കറ്റ് ആയിട്ടല്ല, ഓൺലൈനിൽ
പിന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് പിന്നെ കയറാൻ വേണ്ടിയിട്ട്. അതായത് വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം. ഭയങ്കര വിശപ്പായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർഗർ നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമില്ല, ഒരു ചെറിയ ബർഗറിന് നാട്ടിലത്തെ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ള മക്കളെയും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാർ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മക്കളെ അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയാലും കുറേ നടക്കാനുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ള വെച്ചാൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഡ്രസ്സാണ് അതിൻ്റെ ഉള്ളിൽ അലോഡ് ആയിട്ടുള്ളൂ. അങ്ങനെ ഇട്ട് വന്നിട്ടില്ല എന്നാണെങ്കിൽ അവിടെ തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് പിന്നെ ഡ്രസ്സ് മേടിച്ചിട്ട് അബായ ടൈപ്പോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ നടന്നതിന് ശേഷം നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല വ്യൂ ആണ്. അതായത് വെച്ചാൽ ഈവനിങ് ടൈം കൂടെ ആയതുകൊണ്ട് നല്ല സൂര്യനും വന്ന് ഈ വൈറ്റിൽ കാണുമ്പം അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഗ്രാൻഡ് മോസ്കിന് കുറേ അധികം പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മോസ്കുകളിൽപ്പെട്ട ഒരു മോസ്കാണ്. അതായത് 40,000 ആൾക്കാർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പിന്നെ സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതുമാത്രമല്ല പിന്നെ കൈകൊണ്ട് തുന്നിയ കാർപ്പറ്റ്, അതായത് വെച്ചാൽ എത്രയോ പിന്നെ ആളുകൾ കൂടിയിട്ട് തുന്നിയ കാർപ്പറ്റ്, ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെയാണ് ഏറ്റവും വലിയ തൂക്ക് വിളക്കുണ്ടാവില്ല, നമ്മളെ ലൈറ്റിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലൈറ്റുകളിൽപ്പെട്ട ലൈറ്റും അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഒരു 7 എണ്ണം എങ്ങാണ്ട് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിടാം കേട്ടോ. പിന്നെ അവിടുത്തെ ഓരോരോ സംഗതികളും അത്രയും അധികം പിന്നെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയത് തന്നെ വേണം പറയാൻ. കാരണം അവിടുത്തെ ഓരോ തൂണുകൾ 82 തൂണുകൾ എങ്ങാനുണ്ട്. അത് ഫുള്ള് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഈത്തപ്പനത്തിൻ്റെ ആ ഒരു ഷേപ്പിലാട്ടോ. ആ തൂണുകൾ ഉണ്ടാക്കിയത് മാർബിൾ കൊണ്ടാണ്. മൊറോക്കൻ ഡിസൈൻ അങ്ങനെയൊക്കെ കുറേ ഡിസൈൻ വെച്ചിട്ടാണ് ഇവരിൻ്റെ പിന്നെ ആർക്കിടെക്ചറലായിട്ടുള്ള എല്ലാ പരിപാടികളും അത്രയും നല്ലോണം സെറ്റപ്പ് ആയിട്ടാട്ടോ ഉള്ളത്. ഇതാട്ടോ അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അത്രയും ആൾക്കാർക്ക് 40,000 ആൾക്കാർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഫ്ലോർ ആണെങ്കിലും ഫുള്ള് മാർബിളിൽ സെറ്റപ്പ് ചെയ്തതാട്ടോ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന വെച്ചാൽ ഞങ്ങളൊരു ഫോട്ടോ എടുക്കണം എന്ന് അതിയായ ആഗ്രഹത്തോടെ ഇരുന്നതാണ്. പക്ഷേ എനിക്ക് കാര്യമായിട്ട് ഫോട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതിന് ഭയങ്കര കരച്ചിലും കാര്യമില്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമുണ്ട്. കുറച്ച് 2-3 ഫോട്ടോസും കാര്യങ്ങളും മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അവിടെ നല്ല തിരക്കേനും എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളായിട്ട് നല്ല തിരക്കും കാര്യമായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വൈകുന്നേരം ആകുമ്പോഴാട്ടോ അതിൻ്റെ ഭംഗി ഒന്നും കൂടി കാണുന്നത്. കാരണം ലൈറ്റിങ്ങും പിന്നെ ആ ഒരു ആകാശത്തിൻ്റെ ഒരു നീല നിറവും കൂടി കലർന്ന് വരുമ്പോൾ അടിപൊളിയായിട്ടാണ് ആ മോസ്കിൻ്റെ ആ വ്യൂ വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ തൂണുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെന്ന് വെച്ചാൽ ഒരു ഈന്തപ്പഴത്തിൻ്റെ ഷേപ്പിലാട്ടോ വരുന്നത്. അതിൻ്റെ ഒരു ഗോൾഡൻ കളറിലെ ഷെയ്ഡിൽ വന്നിട്ട് താഴേക്കുള്ള തൂണ് ഫുള്ള് മാർബിളിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിസ്കരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടുത്തെ സ്പേസിലാണെങ്കിലും ഫുള്ള് മാർബിളിനെ കൊണ്ട് പിന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്ലോറുകളാണ് കേട്ടോ. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ മെയിനായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന മെയിനായിട്ടുള്ള പ്രെയർ ഹാളിൽ പിന്നെ ഇത് കിബില വാൾ എന്നാട്ടോ അതിനറിയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ നെയിംസ് 99 നെയിംസ് കാലിയോഗ്രാഫി ഉപയോഗിച്ചിട്ട് ആ ചുമര് ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടാണ് ഉള്ളത്. ഇതിന് പറയുന്നതാണ് അസ്മാഉൽ ഹുസ്ന എന്നാട്ടോ പറയുന്നത്. അത് കാണാൻ ഭയങ്കര ഭംഗിയുള്ളതാണ്. അത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത, ആ മെയിൻ പ്രെയർ ഹാളിൽ ഉപയോഗിച്ച കാർപ്പറ്റ് കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഞാൻ പിന്നെ നേരത്തെ ഇങ്ങടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഷാൻലിയറിൽപ്പെട്ട പിന്നെ ഒന്നാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലുള്ള പിന്നെ ഈ 7 ഷാൻലിയേഴ്സ് ആണ് കേട്ടോ. അതിൽ 6 എണ്ണം ചെറുതും 1 വലുതുമാണ്. അതായത് മെയിൻ പെയർ ഹാളിലുള്ളത് ഭയങ്കര വലുതായിട്ടുള്ള 12 ടണ്ണാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ വെച്ചാൽ മില്യൺസ് ഓഫ് ക്രിസ്റ്റൽസ് വെച്ചിട്ടും 24 ക്യാരറ്റ് ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അത് നമുക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഫോട്ടോയിൽ വരുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് മെയിൻ ഹാളിൽ വരുന്ന ആ ഒരു ലൈറ്റ് അത്ര അധികം ഭംഗി തരുന്ന കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 7 ഷാൻലിയേഴ്സും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തരാം കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഷാൻലിയർ ആട്ടോ അത് വരുന്നത്. അങ്ങനെ
കുറേ അധികം പ്രത്യേകതയുള്ള ഒരു മോസ്കാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത്. അബുദാബിയിലുള്ളതാണ്. അപ്പോൾ യു എയിലൊക്കെ വരുന്ന ആൾക്കാർ ഇതെന്തായാലും മസ്റ്റായിട്ടൊന്ന് കാണാൻ പോകണം. കാരണം ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടിറങ്ങിയാൽ നമുക്കവിടെ അതിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫുൾ രൂപം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഡെമോ പോലെ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സ്ഥലങ്ങളിൽ അവരിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ മേടിക്കാൻ പറ്റും. അതിനുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ പുറത്തിറങ്ങാനും കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അവിടെ തന്നെ നമുക്ക് ബസ് തിരിച്ചു പോകാനുള്ള ബസ്സും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറച്ച് രാത്രി ആയപ്പോൾ തിരിച്ച് നേരെ റൂമിലേക്ക് പിന്നെ തിരിച്ചു കയറി കേട്ടോ. ബസ്സും